പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഒരു വമ്പൻ റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. 1524 വേക്കൻസിയിലേക്കാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം, വനിതകൾക്കും അപേക്ഷിക്കാം. സോ ഫ്രണ്ട്സ്, നമുക്ക് റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നോക്കാം. ഈ റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 3 മെയ് വരെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. എയർഫോഴ്സിന്റെ 6 കമാൻഡുകളിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് എയർഫോഴ്സിന്റെ സദേണിൽ വരുന്ന കമാൻഡുകളാണ്. എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം, ചെന്നൈ, ബാംഗ്ലൂർ തുടങ്ങിയ കമാൻഡുകളുടെ വേക്കൻസിയാണ്. ഈ 1524 വേക്കൻസിയിൽ 60% വേക്കൻസിയും ഈ 3 കമാൻഡുകളിലേക്കാണ്. അപ്പോൾ നമുക്ക് എക്സാമിനേഷൻ സെന്റേഴ്സ് കേരളത്തിലുണ്ട്. സോ നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം കൊടുത്തിരിക്കുന്ന ട്രെയിനിങ് കമാൻഡ് യൂണിറ്റ് ആണ്. ട്രെയിനിങ് കമാൻഡ് യൂണിറ്റിൽ വരുന്നതാണ് ബാംഗ്ലൂരും ചെന്നൈയും. ഓക്കെ, അപ്പോൾ ഈ കമാൻഡിൽ തന്നെ ഏകദേശം 32ഓളം എയർഫോഴ്സ് സ്റ്റേഷനുണ്ട്. ബാംഗ്ലൂർ കമാൻഡിലും അതുപോലെ ചെന്നൈ കമാൻഡിലും 32ഓളം എയർഫോഴ്സ് സ്റ്റേഷനിലുണ്ട്. ഓരോ സ്റ്റേഷനിലും പ്രത്യേകം വേക്കൻസികളാണുള്ളത്. ആദ്യം കൊടുത്തിരിക്കുന്ന സ്റ്റേഷൻ കമാൻഡിംഗ് ഓഫീസർ AF ട്രെയിനിങ് കമാൻഡ് ബാംഗ്ലൂർ, കുക്ക് CMTD LDC, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, സ്റ്റെനോ ഗ്രേഡ് 2, സ്റ്റോർ SKS MDS, മെസ് സ്റ്റാഫ്, വൾക്കനൈസർ തുടങ്ങിയ പോസ്റ്റിലേക്കാണ് അവിടെ വേക്കൻസി വന്നിരിക്കുന്നത്. അടുത്തത് കമാൻഡിംഗ് ഓഫീസർ P&S ബാംഗ്ലൂരിലേക്ക്, SKS ആൻഡ് MDS തുടങ്ങിയ പോസ്റ്റിലേക്കാണ് അവിടെ വേക്കൻസി വന്നിരിക്കുന്നത്. അടുത്തത് എയർ ഓഫീസർ കമാൻഡിംഗ് എയർഫോഴ്സ് സ്റ്റേഷൻ ബാംഗ്ലൂർ, കുക്ക് CMTD LDC, സ്റ്റോർ SKS, മെസ് സ്റ്റാഫ്, MDS, പെയിന്റർ തുടങ്ങിയ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. വനിതകൾക്ക് അപേക്ഷിക്കാൻ പോസ്റ്റിലേക്കല്ല. കമാൻഡിംഗ് ഓഫീസർ സ്റ്റേഷൻ വെസ്റ്റ് ബാംഗ്ലൂരിലേക്ക്, LDC MDS പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട്. കമാൻഡിംഗ് ഓഫീസർ E&ITI AF ഈസ്റ്റ് ബാംഗ്ലൂരിലേക്ക്, MDS പോസ്റ്റിലേക്കുള്ളവർക്ക് അപേക്ഷിക്കാം. കമാൻഡിംഗ് ഓഫീസർ AF ഈസ്റ്റ് ബാംഗ്ലൂരിലേക്ക്, കാർപ്പൻറ്റർ MDS തുടങ്ങിയ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. കമാൻഡിംഗ് ഓഫീസർ ടെട്രാ സ്കൂൾ ഈസ്റ്റ് ബാംഗ്ലൂരിലേക്ക്, SKS MDS തുടങ്ങിയ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. കമാൻഡന്റ് AF ടെക് കോളേജ് ബാംഗ്ലൂരിലേക്ക്, കുക്ക് LDC, സ്റ്റോർ SKS തുടങ്ങിയ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അടുത്തത് എയർ ഓഫീസർ കമാൻഡിംഗ് എയർഫോഴ്സ് സ്റ്റേഷൻ ബാംഗ്ലൂർ, കുക്ക് ഹിന്ദി ടൈപ്പിസ്റ്റ് LDC, സ്റ്റെനോ ഗ്രേഡ് 2, സ്റ്റോർ കീപ്പർ, സ്റ്റോർ SKS, മെസ് സ്റ്റാഫ്, MDS, പെയിന്റർ തുടങ്ങിയ തസ്തികയിലേക്കാണ് അവിടെ വേക്കൻസി. കമാൻഡന്റ് IAF പോസ്റ്റ് ബാംഗ്ലൂർ, LDC, സ്റ്റോർ SKS, MDS തുടങ്ങിയ തസ്തികയിലേക്കാണ് അവിടെ വേക്കൻസി ഉള്ളത്. കമാൻഡന്റ് ASTE ബാംഗ്ലൂർ, കുക്ക് MDS, പെയിന്റർ തുടങ്ങിയ തസ്തികയിൽ വേക്കൻസി ഉണ്ട്. കമാൻഡന്റ് SDI AF ബാംഗ്ലൂരിലേക്ക്, NDS പോസ്റ്റിലേക്കാണ് വേക്കൻസി ഉള്ളത്. കമാൻഡന്റ് ഹോസ്പിറ്റൽ എയർഫോഴ്സ് ബാംഗ്ലൂരിലേക്ക്, കുക്ക് LDC, സ്റ്റോർ ആയ അല്ലെങ്കിൽ വാർഡ് സഹായിക, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ ആ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കൂ. SKS ലോണ്ട്രിമാൻ, മെസ് സ്റ്റാഫ്, MDS തുടങ്ങിയ തസ്തികയിലേക്കാണ് അവിടെ വേക്കൻസി വന്നിരിക്കുന്നത്. കമാൻഡന്റ് MDC ബാംഗ്ലൂർ, SKS MDS തുടങ്ങിയ തസ്തികയിലേക്കാണ് വേക്കൻസി. എയർ ഓഫീസർ കമാൻഡിംഗ് എയർഫോഴ്സ് സ്റ്റേഷൻ ബിദാർ, കുക്ക് സ്റ്റെനോ ഗ്രേഡ് 2, സ്റ്റോർ ആയ വാർഡ് സഹായിക, SKS MDS, മെസ് സ്റ്റാഫ്, വൾക്കനൈസർ തുടങ്ങിയ തസ്തികയിലേക്ക് അവിടെ വേക്കൻസി. സ്റ്റേഷൻ കമാൻഡർ എയർമാൻ ട്രെയിനിങ് സ്കൂൾ ബെൽഗാവി, സ്റ്റെനോ ഗ്രേഡ് 2, മെസ് സ്റ്റാഫ് തുടങ്ങിയ പോസ്റ്റിലേക്കാണ് അവിടെ വേക്കൻസി. എയർ ഓഫീസർ കമാൻഡിംഗ് എയർഫോഴ്സ് സ്റ്റേഷൻ തിമ്പാരം ചെന്നൈ, കുക്ക് CMTD, സ്റ്റെനോ ഗ്രേഡ് 2, സ്റ്റോർ SKS, മെസ് സ്റ്റാഫ്, MDS, പെയിന്റർ തുടങ്ങിയ തസ്തികയിലേക്ക് അവിടെ വേക്കൻസി. കമാൻഡിംഗ് ഓഫീസർ തമ്പാരം ചെന്നൈ WTI, LDC, SKS, MDS തുടങ്ങിയ പോസ്റ്റിലേക്കാണ് അവിടെ വേക്കൻസി. കമാൻഡിംഗ് ഓഫീസർ MDI CO AF സ്റ്റാൻഡേർഡ് തമ്പാരം ചെന്നൈയിലേക്ക്, ഹിന്ദി ടൈപ്പിസ്റ്റ് LDC, സ്റ്റെനോ ഗ്രേഡ് 2, സ്റ്റോർ കീപ്പർ, സ്റ്റോർ, കാർപ്പൻറ്റർ, MDS തുടങ്ങിയ തസ്തികയിലേക്കാണ് അവിടെ വേക്കൻസി വന്നിരിക്കുന്നത്. അടുത്തത് കമാൻഡിംഗ് ഓഫീസർ FIS തമ്പാരം ചെന്നൈ, പെയിന്റർ LDC, സ്റ്റെനോ ഗ്രേഡ് 2, MDS തുടങ്ങിയ തസ്തികയിലേക്ക് വേക്കൻസി ഉണ്ട്. അടുത്തത് കമാൻഡിംഗ് ഓഫീസർ RAB തമ്പാരം ചെന്നൈ, MDS പോസ്റ്റിലേക്ക് ആണ് വേക്കൻസി. കമാൻഡിംഗ് ഓഫീസർ 9 P&S UAF പല്ലവാരം ചെന്നൈ, കുക്ക് SKS പോസ്റ്റിലേക്കാണ് വേക്കൻസി. കമാൻഡിംഗ് ഓഫീസർ MITTI അവധി ചെന്നൈ, SKS പോസ്റ്റിലേക്കാണ് വേക്കൻസി. കമാൻഡന്റ് AFAC റെഡ് ഫീൽഡ്സ് കോയമ്പത്തൂർ, മെസ് സ്റ്റാഫിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. കമാൻഡന്റ് എയർഫോഴ്സ് അക്കാഡമി ഹൈദരാബാദ്, കുക്ക് CMTD, സ്റ്റോർ കീപ്പർ, SKS MDS, മെസ് സ്റ്റാഫ് തുടങ്ങിയ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. കമാൻഡിംഗ് ഓഫീസർ 14 AF ഹോസ്പിറ്റൽ അക്കാഡമി ഹൈദരാബാദ്, SKS, മെസ് സ്റ്റാഫ്, MDS, പെയിന്റർ തുടങ്ങിയ തസ്തികയിലേക്കാണ് വേക്കൻസി. എയർ ഓഫീസർ കമാൻഡിംഗ് എയർഫോഴ്സ് സ്റ്റേഷൻ ഹംകിപത് സെക്കൻഡറാബാദ്, കുക്ക് LDC, സ്റ്റോർ കീപ്പർ ആയ വാർഡ് സഹായിക, കാർപ്പൻറ്റർ, SKS, മെസ് സ്റ്റാഫ്, MDS, വൾക്കനൈസർ തുടങ്ങിയ തസ്തികയിലേക്ക് അവിടെ വേക്കൻസി ഉണ്ട്. കമാൻഡിംഗ് ഓഫീസർ 44 R&SU, C of AF സ്റ്റേഷൻ സെക്കൻഡറാബാദ്, SKS
MDS തുടങ്ങിയ പോസ്റ്റിലേക്കാണ് വേക്കൻസി. സ്റ്റേഷൻ കമാൻഡർ എയർഫോഴ്സ് സ്റ്റേഷൻ പോസ്റ്റ് സെക്കന്ദരാബാദിലേക്ക്. SKS മെസ്റ്റാഫ് തുടങ്ങിയ തസ്തിയിലേക്ക് വേക്കൻസി. കമാൻഡിംഗ് ഓഫീസർ 10 PSU എയർഫോഴ്സ് പോസ്റ്റ് സെക്കന്ദരാബാദിലേക്ക് MDS തസ്തിയിലേക്ക് വേക്കൻസി. കമാൻഡിംഗ് ഓഫീസർ 12 ASC സെക്കന്ദരാബാദിലേക്ക് SKS പോസ്റ്റിലേക്കാണ് വേക്കൻസി. അടുത്തത് കമാൻഡിംഗ് ഓഫീസർ RAB പോസ്റ്റ് സെക്കന്ദരാബാദ്, അവിടെ MDS തസ്തിയിലേക്കാണ് വേക്കൻസി. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ ട്രിവാൻഡ്രം ഉൾപ്പെടെ വരുന്ന കമാൻഡിംഗ് ആണ്. സദേൺ എയർ കമാൻഡ് എയർ ഓഫീസർ കമാൻഡിംഗ് കോയമ്പത്തൂർ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് സ്റ്റെനോ ഗ്രേഡ് 2 തുടങ്ങിയ തസ്തിയിലേക്ക് വേക്കൻസി ഉണ്ട്. എയർഫോഴ്സ് കമാൻഡർ എയർഫോഴ്സ് സ്റ്റേഷൻ ആന്ധ്രാപ്രദേശ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൽ MDS ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിലേക്ക് വേക്കൻസി. എയർ ഓഫീസർ കമാൻഡിംഗ് എയർഫോഴ്സ് സെലക്ഷൻ ബോർഡ് മൈസൂർ സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് MDS തുടങ്ങിയ തസ്തിയിലേക്കാണ് വേക്കൻസി. എയർഫോഴ്സ് സ്റ്റേഷൻ ട്രിവാൻഡ്രം ഹിന്ദി ടൈപ്പിസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. കമാൻഡിംഗ് ഓഫീസർ സിഗ്നൽ യൂണിറ്റ് എയർഫോഴ്സ് സ്റ്റേഷൻ ഹക്രിപത്തിലേക്ക് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MDS പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അടുത്തത് സ്റ്റേഷൻ കമാൻഡർ എയർഫോഴ്സ് സ്റ്റേഷൻ ഹിൽസ് ബാംഗ്ലൂർ കാർപ്പൻ്റർ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഡ്രൈവർ സ്റ്റെനോ തുടങ്ങിയ തസ്തിയിലേക്കാണ് വേക്കൻസി. ദ സ്റ്റേഷൻ കമാൻഡർ എയർഫോഴ്സ് സ്റ്റേഷൻ തഞ്ചാവൂരിലേക്ക് സ്റ്റോർ എന്ന പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ബാക്കിയുള്ള കമാൻഡുകൾക്ക് നമുക്ക് അപേക്ഷിക്കാം, പക്ഷേ എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല. ഇത്രയും കമാൻഡിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ ചെന്നൈ, ബാംഗ്ലൂർ, ട്രിവാൻഡ്രം തുടങ്ങിയ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും വേക്കൻസി ഉണ്ട്, 60% വേക്കൻസി ഈ 3 കമാൻഡുകളിലേക്കാണ്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഏജും ഇതിൻ്റെ ക്വാളിഫിക്കേഷനും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഇതിലേക്കുള്ള ഏജ് പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 25 വയസ്സ് വരെയാണ് അൺറിസർവ്ഡിന്. ഇതിൽ 3 വർഷത്തിളവ് OBCക്കും 5 വർഷത്തിളവ് SC/ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. മാത്രമല്ല എക്സ് സർവീസ് മെന്നിന് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതിലേക്കുള്ള യോഗ്യത പറഞ്ഞിരിക്കുന്നത് സീനിയർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ. സാലറി പറഞ്ഞിരിക്കുന്നത് ലെവൽ 5 ആണ്. ഗ്രാജുവേഷനാണ് യോഗ്യത പറഞ്ഞിരിക്കുന്നത്. സ്റ്റോറിലേക്ക് ലെവൽ 4, അതും ഗ്രാജുവേഷൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിലും അപേക്ഷിക്കാം പോസ്റ്റിലേക്ക്. സ്റ്റെനോ ഗ്രേഡ് 2 +2 ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ലെവൽ 4 ആണ് പേ സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ലോവർ ഡിവിഷൻ ക്ലർക്ക് ലെവൽ 2 ആണ് പേ സ്കെയിൽ, +2 ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം. ഹിന്ദി ടൈപ്പിസ്റ്റ് +2 ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്, അതും ഹിന്ദി ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം. സ്റ്റോർ കീപ്പർ +2 ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ലെവൽ 2 പേ സ്കെയിലാണ് പറഞ്ഞിരിക്കുന്നത്. സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലൈസൻസ് ലൈറ്റ് ഹെവി മോട്ടറിൻ്റെ ലൈസൻസും ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് കുക്കാണ്. ലെവൽ 2 ആണ് പേ സ്കെയിൽ, 10ാം ക്ലാസ് ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. പെയിൻറ്റർ 10ാം ക്ലാസ് ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പെയിൻറ്റിങ്ങിൽ എക്സ് സർവീസ്മെന്നാണ് മുൻഗണന ലഭിക്കുക ആ പോസ്റ്റിലേക്ക്. കാർപ്പൻ്റർ 10ാം ക്ലാസ് ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. എക്സ് സർവീസ്മെന്നിന് ആ പോസ്റ്റിലേക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ആയ വാർഡ് സഹായിക 10ാം ക്ലാസ് ആണ് യോഗ്യത. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള പോസ്റ്റിലേക്കും അപേക്ഷിക്കാം. ഈ പോസ്റ്റിലേക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, അതും ഫീമെയിൽ ആണ്. 10ാം ക്ലാസ് ആണ് യോഗ്യത പറഞ്ഞിരിക്കുന്നത്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് മെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതുകൊണ്ട് അത് 10ാം ക്ലാസ് ആണ് യോഗ്യത. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് SKS മെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത് 10ാം ക്ലാസ് ആണ് യോഗ്യത. ഓക്കെ. അടുത്ത പോസ്റ്റ് ലോണ്ട്രിമാൻ ആണ്. 10ാം ക്ലാസ് ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ലെവൽ 1 പേ സ്കെയിലാണ്. മാത്രമല്ല എല്ലാ ലെവൽസും എല്ലാ പോസ്റ്റിലേക്കും നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് മെസ് സ്റ്റാഫ് ആണ്. 10ാം ക്ലാസ് ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ലെവൽ 1 പേ സ്കെയിൽ. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിലും അപേക്ഷിക്കാം. അടുത്തത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. 10ാം ക്ലാസ് ആണ് യോഗ്യത. വൾക്കനൈസർ 10ാം ക്ലാസ് ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ടൈലർ 10ാം ക്ലാസ് ആണ് യോഗ്യത. അതുപോലെ ടൈലിംഗിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അടുത്തത് ടിൻ സ്മിത്ത് ആണ്. 10ാം ക്ലാസ് ആണ് യോഗ്യത. മാത്രമല്ല അതിൽ എക്സ്പീരിയൻസും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, ട്രേഡ് സർട്ടിഫിക്കറ്റ്. കോപ്പർ സ്മിത്ത് 10ാം ക്ലാസ് ആണ് യോഗ്യത, ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഫയർമാനും 10ാം ക്ലാസ് യോഗ്യത, അതുപോലെ തന്നെ ഫയർ ഫൈറ്റിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. എൻജിൻ ഡ്രൈവർ 10ാം ക്ലാസ് ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. 3 വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. അടുത്തത് ഫിറ്റർ ആണ്. 10ാം ക്ലാസ് യോഗ്യതയും ട്രേഡ് സർട്ടിഫിക്കറ്റും. അടുത്ത ട്രേഡ്സ്മാൻ ആണ്. 10ാം ക്ലാസ് യോഗ്യതയാണ് പറഞ്ഞിരിക്കുന്നത്. ലെതർ വർക്കർ 10ാം ക്ലാസ് യോഗ്യതയും അതുപോലെ തന്നെ ട്രേഡ് സർട്ടിഫിക്കറ്റും. എക്സ് സർവീസ്മെന്നും ആ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ടർണർ 10ാം ക്ലാസ് യോഗ്യത, അതുപോലെ തന്നെ ട്രേഡ് സർട്ടിഫിക്കറ്റ്. വയർലെസ് ഓപ്പറേറ്റർ ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എക്സ് സർവീസ്മെന്ന് മാത്രമാണ്. ലെവൽ 4 പേ സ്കെയിലാണ് പറഞ്ഞിരിക്കുന്നത്.
ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഓഫ്ലൈൻ വഴിയാണ്. അപ്പോൾ നമുക്ക് 3 കമാൻഡ് എല്ലാ കമാൻഡിലേക്കും അപേക്ഷിക്കാം. പക്ഷേ എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപേക്ഷിക്കേണ്ടത് തിരുവനന്തപുരം, അതുപോലെ തന്നെ ചെന്നൈ, ബാംഗ്ലൂർ തുടങ്ങിയ സെൻറ്ററിലേക്കാണ് അപേക്ഷിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എക്സാമിനേഷൻ സെൻറ്റർ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാകും. സോ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 30 ദിവസം വരെ അപേക്ഷിക്കാം. നോട്ടിഫിക്കേഷൻ വന്ന് 30 ദിവസം വരെ. ഇന്നാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 30 ദിവസം എന്ന് പറയുമ്പോൾ മെയ് 3 വരെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. നമുക്ക് ആപ്ലിക്കേഷൻ ഫോം ഒന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം PDF-ൻ്റെ കൂടെ തന്നെയുണ്ട്. PDF ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മാത്രമല്ല DAVPയുടെ സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക്, അതുവഴി ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിന് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളിത് A4 സൈസ് പേപ്പറിൽ ഇതിൻ്റെ ഈ ആപ്ലിക്കേഷൻ ഫോം ടൈപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇത് എങ്ങനെ ഫില്ലപ്പ് ചെയ്യാം, എങ്ങനെ അപേക്ഷിക്കാം, ഏതൊക്കെ അഡ്രസ്സിലേക്ക് അപേക്ഷിക്കുന്നത് ബെറ്റർ തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ തീർച്ചയായും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വെക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എങ്ങനെ ഫില്ലപ്പ് ചെയ്യണം എന്നുള്ളത്. സോ ഫ്രണ്ട്സ്, വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതിൽ എന്തൊരു സംശയം വേണ്ടി തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ആർമി, നേവി, എയർഫോഴ്സ്, SSC ജോബ് നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. വന്ദേ മാതരം.